ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. ഒറ്റപ്പാലം അമ്പലപ്പാറയിലെ ഖാദി നെയ്ത്ത് കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം പ്രതിസന്ധിയിൽ. കഴിഞ്ഞ 13 മാസമായി സർക്കാർ നൽകാനുള്ള മിനിമം വേതനം ഇതുവരെ ലഭിക്കാത്തതാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഒറ്റപ്പാലത്തെ വിവിധ നെയ്ത്ത് കേന്ദ്രങ്ങളിലായി ഏകദേശം 200ഓളം വനിതാ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഒരു മാസം മിനിമം വേതനവും ടിഎയും ഉൾപ്പെടെ ശരാശരി ഒരു തൊഴിലാളിക്ക് ലഭിക്കാനുള്ള 4000 രൂപയോളം ഓരോ 3 മാസം കൂടുമ്പോഴാണ് ലഭിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ 13 മാസത്തെ വേതനം ഇവർക്ക് ലഭിച്ചിട്ടില്ല. സർക്കാരിനുള്ള സാമ്പത്തിക പ്രയാസമാണ് തുക വൈകാൻ കാരണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഖാദി കേന്ദ്രങ്ങളിൽ നിന്ന് നൽകുന്ന വേതനം കൊണ്ട് മാത്രമാണ് ഇവർ മുന്നോട്ടു പോകുന്നത്. ഖാദി ബോർഡിന്റെ ഇന്നർ സപ്പോർട്ട് സ്കീം പ്രകാരമുള്ള മിനിമം വേതനമാണ് 13 മാസമായി കുടിശ്ശികയായി കിടക്കുന്നത്. ഒപ്പം 2023-24 വർഷക്കാലത്തെ ഉൽപാദനാനുകൂല്യവും നെയ്ത്ത് നൂൽനൂൽപ്പ് തൊഴിലാളികൾക്ക് കിട്ടാനുണ്ട്. കുടിശ്ശിക ഉണ്ടായിരുന്ന 2021-22 വർഷത്തിലെ ഉൽപാദനാനുകൂല്യം കഴിഞ്ഞ ഓണസമയത്താണ് ലഭിച്ചിരുന്നത്. എന്നിട്ടും 12 മാസത്തോളം ഇപ്പോഴും കുടിശ്ശികയായെന്നതാണ് സ്ഥിതി. 41 മീറ്റർ തുണി നെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ഉൽപാദന ഇൻസെന്റീവായി 604 രൂപ ലഭിക്കും. അതേസമയം മിനിമം വേതനം പാസ്സായതായാണ് വിവരമെന്നും ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കടമ്പൂർ ഖാദി നെയ്ത്ത് കേന്ദ്രം ജീവനക്കാർ അറിയിച്ചു. ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന 10-30ഓളം നെയ്ത്ത് തൊഴിലാളികളുണ്ട്. അവർക്ക് വേജസിന് പുറമെ കിട്ടുന്ന ഒരു അഡീഷണൽ വേജസാണ് നമ്മുടെ പൂരക വേതനം പറയും, മിനിമം കൂലി എന്ന് പറയും. അത് 1 വർഷമായിട്ട് പെൻഡിങ് ആണ്. ഇതേപോലെ മുന്നേയും 1 വർഷം മുന്നേ ഇതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ കുറേ കൊടുത്ത് പറഞ്ഞിട്ടുമായിട്ട് 6 മാസം കിട്ടി. ഇപ്പോഴും 1 വർഷത്തെ കിട്ടാനുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.